നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയാണ്. നമസ്കാരം ശ്രീജിത്ത് പെരുമന. നമസ്കാരം. ഇപ്പോൾ താങ്കളുമായിട്ടുള്ള ഈ സംഭാഷണത്തിന് ആധാരം താങ്കൾ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പാണ്. അഡ്വക്കേറ്റ് BA ആളൂർ എന്ന എല്ലാവരും അറിയുന്ന അഭിഭാഷകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്ന ചില കമൻറ്റ്സ്, ഇതാണ് താങ്കളുടെ ഫേസ്ബുക്ക് കുറിപ്പിനും ആധാരമായിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. അപ്രതീക്ഷിതമായി കടന്നുപോയ ആളൂർ വക്കീലിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തു. മരണസമയം എന്ന ഔചിത്യം പോലും കാണിക്കാതെ ആളൂരിൻ്റെ മരണം ആഘോഷിച്ച ഒരുപറ്റം അപരിഷ്കൃത സമൂഹത്തിനും അപ്പുറം വിവേകവും സ്നേഹവുമുള്ള ഒരു സമൂഹം അദ്ദേഹത്തെ യാത്രയാക്കാൻ എത്തിയിരുന്നു. വക്കീൽ എന്ന തൊഴിലെടുക്കാൻ നിയമപരമായി ക്വാളിഫൈ ചെയ്ത ഒരു അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ. ഇങ്ങനെ പോകുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. അടുത്ത പാരഗ്രാഫിൻ്റെ അവസാനം താങ്കൾ കുറിച്ചിരിക്കുന്നു, അയാളുടെ കക്ഷികൾ കുപ്രസിദ്ധരായതുകൊണ്ട് അവർക്ക് വേണ്ടി വാദിച്ചു എന്ന പേരിൽ, അതായത് സ്വന്തം പണി മര്യാദയ്ക്ക് ചെയ്ത അയാളെ കുരിശിൽ കയറ്റണം എന്ന നിലപാടെടുത്ത ആൾക്കൂട്ടത്തോട് പരമപുച്ഛം മാത്രം. ചെറുതായി ഞാൻ അക്കാര്യം ഒന്ന് വിശദീകരിക്കാം പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി. കുപ്രസിദ്ധരായിട്ടുള്ള പല പ്രതികളുടെയും വക്കീലായിരുന്നു അഡ്വക്കേറ്റ് BA ആളൂർ. ഒരുപക്ഷെ അദ്ദേഹത്തിന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ മള്ളൂരും 1000 രൂപയും ഉണ്ടെങ്കിൽ ആർക്കും ഒരു കൊലപാതകം നടത്താം എന്ന മട്ടിൽ പറയുന്ന അത്തരം ചില ചൊല്ലുകളോട് സമാനമായ ചില ഭാഷാപ്രയോഗങ്ങൾ ആളൂർ ഇത്തരം സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മരിച്ചപ്പോൾ അദ്ദേഹത്തെ വളരെ മോശമായി സോഷ്യൽ മീഡിയയിൽ ചിലർ അധിക്ഷേപിച്ചു എന്നതാണ് താങ്കളുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പശ്ചാത്തലം. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ ഈ നിലപാടിനെ എങ്ങനെ ഒറ്റയടിക്ക് വിശദീകരിക്കും? താങ്കൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ നിയമപ്രകാരം, ഭരണഘടനാ പ്രകാരം 1961 അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരം ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷകനായി നിയമം കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് BA ആളൂർ. അദ്ദേഹത്തിന്റെ ജോലി വളരെ കൃത്യമായിട്ട് ഈ കണ്ട കാലങ്ങളിലെല്ലാം ചെയ്തു വരികയുമായിരുന്നു. പലപ്പോഴും നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഷ്കർഷ നമുക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതാത് ജോലികൾ സ്ഥലങ്ങളിൽ സാധ്യമല്ല. ഇപ്പം ഒരു ക്രിമിനൽ അഭിഭാഷകനാകാനാണ് എനിക്ക് താല്പര്യമെങ്കിൽ ഞാൻ ഏതെങ്കിലും സിവിൽ കക്ഷികളെ തപ്പിപ്പോവുകയോ അല്ലെങ്കിൽ സിവിൽ കക്ഷികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ, സിവിൽ കേസുകളുമായി വരുമ്പോൾ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തുകയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിമിനൽ കേസുകളിൽ വലിയ തൽപരനായിരുന്ന ആളുകൾ അത്തരം കേസുകൾ എടുത്തു. അദ്ദേഹത്തിന്റെ ജോലി നിയമപരമായി തന്നെ വളരെ വിജയകരമായി പലപ്പോഴും നിർവഹിച്ചു. അതിന്റെ പേരിൽ വലിയ മാധ്യമ ശ്രദ്ധകൾ ഉണ്ടായി. അതിന്റെ പേരിൽ വലിയ ചർച്ച ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായി. ചർച്ചകളിലൊക്കെ സ്ഥിര സാന്നിധ്യവുമാവുകയും ചെയ്തു BA ആളൂർ എന്നുള്ളത്. നാളിതുവരെ അദ്ദേഹം ഏതെങ്കിലും പെറ്റി കേസിൽ പ്രതിയല്ല. നാളിതുവരെ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല. നാളിതുവരെ ഒരു മർഡർ നടത്തിയിട്ടില്ല. നാളിതുവരെ ഒരു പെറ്റി ഒഫൻസിലെങ്കിലും അദ്ദേഹത്തിനെ ശിക്ഷിച്ചു കേട്ടറിവോ അല്ലാതെ നിയമപരമായിട്ടുള്ള അറിവോ ഇല്ല. എന്നിട്ടും അദ്ദേഹത്തിന്റെ ജോലി ഉത്തരവാദിത്വത്തോടു കൂടി പൂർത്തിയാക്കി അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ മരണം കവർന്നെടുത്ത ആ സെക്കൻഡ് മുതൽ പ്രബുദ്ധ കേരളം, പ്രബുദ്ധ മലയാളികൾ, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷെ ഒരു പറ്റം ആളുകൾ, നമ്മൾ നേരത്തെ ആൾക്കൂട്ട ആക്രമണത്തിനൊക്കെ കൈയടിച്ചിരിക്കുന്ന ആളുകൾ, ഈ പറഞ്ഞിരിക്കുന്ന ഈ മധുവിനെ കൊന്നപ്പോൾ പോലും 2 വശമുണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്ന അതിലെ ഒരു ചേരി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരം ഒരു വിഭാഗം, അപരിഷ്കൃത വിഭാഗം എന്ന് തന്നെ നമുക്ക് ഇപ്പോഴും പറയേണ്ടി വരും. അവരുടെ ഒരു ചേഷ്ടകൾ, അവരുടെ ആഘോഷ പ്രകടനങ്ങൾ, അവരുടെ ഫേസ്ബുക്കിലെ സന്തോഷ കമന്റുകൾ, അത് ഒരു തരത്തിലും പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാനാകുന്നതല്ല. അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോഴോ മരിക്കുമ്പോഴോ തന്നെ ആരെങ്കിലും വിശുദ്ധനാക്കണമെന്നോ തന്നെ പുണ്യാളനാക്കണമെന്നോ അദ്ദേഹത്തിന് യാതൊരുവിധ നിലപാടും ഉണ്ടായിരുന്നില്ല. ഇത്തരം കേസുകളൊക്കെ പലപ്പോഴും പല പ്രമുഖ കേസുകളൊക്കെ ആളൂരിനെ തേടി വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അറിയുന്ന ആളൂർ എല്ലാ കേസുകളിലും പോയി പിടിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പലപ്പോഴും ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് പ്രതി ചേർത്ത് വെച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് ഏക ആശ്രയം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കുള്ള ഏക ആശ്രയവും പ്രതീക്ഷയും ആളൂർ വക്കീലിനെ പോലുള്ള ആളുകളായിരുന്നു. നമുക്കറിയാം, നമുക്കിടയിൽ തന്നെ എത്രയധികം പേര് കേട്ട ക്രിമിനൽ അഭിഭാഷകരുണ്ട്.
എന്തുകൊണ്ടാണ് ഇവരെയൊന്നും നോക്കി ജനങ്ങൾ പുച്ഛിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവരെയൊന്നും നോക്കി ജനങ്ങൾ ഇവരുടെയൊക്കെ മരണം ആഗ്രഹിച്ച് ഇവരൊന്നും ജീവിക്കാത്തത്? ഒരുപക്ഷെ അവിടെയാണ് ശ്രീജിത്ത് പെരുമാന ആളൂരിന് ഇങ്ങനെ ഒരു അപ്പീൽ വന്നു പോകുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന്. അതായത് കുപ്രസിദ്ധമായ ചില കേസുകൾ, ഈ ഗോവിന്ദചാമിയുടെ കേസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രമാദമായ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വല്ലാതെ ആഘോഷിക്കുന്ന ചില കേസുകൾ. ഇത്തരം കേസുകളിൽ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വാർത്ത വരുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രതി, ഈ കുറ്റകൃത്യം ചെയ്തയാൾ എന്ന് ജനം സങ്കല്പിക്കുന്ന പ്രതിസ്ഥാനത്തുള്ള ആൾ വളരെ ക്രൂരനും ഹീനനും നീചനും ഒക്കെ ആയിരിക്കും. പ്രശ്നം നിയമത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ പോലീസ് പിടികൂടുന്ന ആളായിരിക്കില്ല ചിലപ്പോൾ പ്രതിസ്ഥാനത്ത് വരുന്നത്. അതൊക്കെ ഇനി വിചാരണയിൽ തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം കൊണ്ടോ മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ടോ ഈ എന്തും ആദ്യത്തെ കേൾവിയിൽ തന്നെ പറഞ്ഞ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന മനുഷ്യൻ്റെ പൊതു സ്വഭാവം കൊണ്ടോ ഈ പിടികൂടപ്പെട്ടയാൾ പ്രതിയും കുറ്റവാളിയും ആയി മാറുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിനല്ലേ മാറ്റം വരേണ്ടത്? അതുകൊണ്ടല്ലേ ഇത്തരം ക്രിമിനലുകൾ എന്ന് ആദ്യം തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ആൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന ആളിനെയും ക്രിമിനലായിട്ടോ ചെകുത്താനായിട്ടോ ഒക്കെ കാണേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും സമൂഹത്തിന്റെ അത്തരം ഒരു മനോഭാവമാണ് ഈ കാലഘട്ടത്തിലെങ്കിലും മാറേണ്ടത് എന്നുള്ളത് തന്നെയാണ്. ആവർത്തിച്ച് സുപ്രീം കോടതിയും ഹൈക്കോടതികളും പറയാറില്ലേ, പാരലലായി മാധ്യമ വിചാരണകൾ നടത്തരുത്. വളരെ സെൻസേഷണൽ ആയിട്ടുള്ള കേസുകളിൽ പോലും, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തുന്ന കേസുകളിൽ പോലും, മാധ്യമങ്ങൾക്ക് വിലക്കുള്ള ഗ്യാഗ് ഓർഡറുകളുള്ള കേസുകളിൽ പോലും പാരലലായി മാധ്യമ വിചാരണകൾ നടത്തുന്നു. അതായത് കോടതി ഒരു ഫെയർ ട്രയലിലൂടെ ഒരു പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുകയോ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിടുകയോ ഒക്കെ ചെയ്യുന്നതിന് മുൻപ് മാധ്യമങ്ങളും സമൂഹവും പാരലൽ വിചാരണകൾ നടത്തുകയാണ്. അവർ നേരത്തെ ഇവരുടെ ക്യാരക്ടറിനെ അസാസിൻ ചെയ്യുകയാണ്, നേരത്തെ ഇവരെ സമൂഹത്തിന് മുൻപിൽ കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു സാഹചര്യം ഈ പറയുന്ന ഗോവിന്ദചാമിയുടെയോ അമീറുൽ ഇസ്ലാമിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന നരബലി കേസിലെയൊക്കെ പ്രതികൾ ഇവരെയും ആരും കുറ്റവാളികളായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. കോടതി നിയമപരമായിട്ടുള്ള നമ്മുടെ ഭരണഘടനാ കോടതി കുറ്റവാളികളായിട്ട് പ്രഖ്യാപിച്ചില്ല. അദ്ദേഹത്തിന് ആ സമയത്തൊക്കെ ലീഗൽ റെപ്രസെന്റേഷൻ എന്നുള്ള ഒരു നിയമപരമായിട്ട് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൗലികമായിട്ടുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 21(1) പറയുന്നത് ഏതൊരു പ്രതിക്കും, അത് എത്ര ഹീനിയസ് ആയിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരു പ്രതി ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന് റൈറ്റ് ടു റെപ്രസെന്റേഷൻ ബൈ എ ലീഗൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശമാണ്. ഒന്നുകൂടെ കോടതികളും നിയമങ്ങളും ഭരണഘടനയും നിയമവും പറയുന്നത് ബൈ ഹിസ് ഓർ ഹെർ ഓൺ ചോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന അഭിഭാഷകൻ മാത്രമേ ഇതിൽ പാടുള്ളൂ എന്നുള്ളതൊന്നും ഒരു പ്രതിക്ക് തീരുമാനിക്കേണ്ട കാര്യമില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു അഭിഭാഷകനെയും ഹിസ് ഓർ ഹെർ ഓൺ ചോയ്സ്, അവരുടെ ചോയ്സിനനുസരിച്ച് അവർക്ക് പിക്ക് ചെയ്യാവുന്നതാണ്, കോടതിയിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറയാവുന്നതാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇവിടെ പൊതുജനത്തിന് ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. കോടതിയിൽ ലീഗൽ റെപ്രസെന്റേഷൻ പ്രതിക്കുണ്ടായിട്ടില്ല എങ്കിൽ പ്രതിയെ നേരെ പിടിച്ച് ശിക്ഷിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ച് തൂക്കിക്കൊല്ലുമെന്നൊക്കെ ഒരു ധാരണ ഈ പൊതുജനങ്ങൾക്കിടയിലുണ്ട്, അഭ്യസ്ത വിദ്യർക്ക് ഇടയിൽ പോലുമുണ്ട്. എന്നാൽ എന്താണ് നിയമം കൃത്യമായി പറയുന്നത്? ഏറ്റവും ഒടുവിൽ 2021 നാസിം കേസിൽ പട്ന ഹൈക്കോടതി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞു. ആ കേസിൽ ഒരു മർഡർ കേസിൽ പ്രതിയാണ്. ആ പ്രതിക്ക് സാമ്പത്തിക കാരണം മൂലമോ മറ്റു കാരണം മൂലമോ ഒരു അഡ്വക്കേറ്റിനെ ഡിയർ ചെയ്യാൻ പറ്റിയില്ല, അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. CRPC 303, 304 പ്രകാരം കോടതി സ്വമേധയാ ഒരു അഭിഭാഷകനെ നൽകേണ്ടിയിരുന്നു. അതും നൽകാൻ സാധിച്ചില്ല. കേസിൽ പ്രതിയെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. കേസ് പട്ന ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ അതിരൂക്ഷ വിമർശനമാണ് സെഷൻസ് കോടതിക്കെതിരെ ഉന്നയിക്കുകയും ആ കേസിലെ സെഷൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് റദ്ദാക്കുകയും പ്രതിയെ വിടുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ലീഗൽ റെപ്രസെന്റേഷൻ, അതും ഒരു അഭിഭാഷകൻ, ഒരു ക്വാളിഫൈഡ് അഭിഭാഷകൻ എന്നുള്ളത് രാജ്യത്തെ സെറ്റിൽഡ് നിയമമാണ്. നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഘാതകർക്ക് നമ്മൾ അഭിഭാഷകരെ കൊടുത്തില്ലേ? എന്തിനേറെ ഇന്ന് നമ്മുടെ പാർലമെന്റിൽ വെച്ചിരിക്കുന്ന VD സവർക്കർ മഹാത്മാഗാന്ധിയെ കൊന്ന ഗൂഢാലോചന കേസിലെ പ്രതിയായിരുന്നു. അദ്ദേഹത്തിന് അവിടെ നിയമസഹായം ലഭിച്ചു, അഭിഭാഷകർ ഉണ്ടായിരുന്നു. സംശയത്തിന്റെ ആനുകൂല്യം നൽകിയ സവർക്കറെയും മറ്റാളുകളെയും വെറുതെ വിട്ടു, മറ്റ് 3 പേരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 300-ലധികം ആളുകളെ കൊന്ന അജ്മൽ കസബിന് ലീഗൽ റെപ്രസെന്റേഷൻ എന്റെയും നിങ്ങളുടെയും ചെലവിൽ നൽകിയില്ലേ? അഭിഭാഷകൻ വെച്ചില്ലേ? അമിക്കസ് ക്യൂറിയെ വെച്ചില്ലേ? അജ്മൽ കസബിന്റെ വക്കാലത്തെടുത്തില്ലേ സ്റ്റേറ്റ്? ഇനി ഇതൊന്നും വേണ്ട. ഈ അമീറുൽ ഇസ്ലാമിനും അതുപോലെ തന്നെ ഈ ഗോവിന്ദചാമിക്കും ഒക്കെ കോടതിയിൽ എത്തുന്ന സമയത്ത് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ കോടതികൾ സ്വമേധയാ പറയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഇദ്ദേഹത്തിന് അഭിഭാഷകനെ നിശ്ചയിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇതൊരു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ്.
ഇവിടെ ഒരു ലീഗൽ റെപ്രസെന്റേഷൻ അത് ആർക്കെതിരെ വേണമെങ്കിലും ഏതൊരു അഭിഭാഷകനും വക്കാലത്തെടുത്ത് കോടതിയിൽ കേസ് നടത്താം. നിങ്ങൾ അതുപോലെ തന്നെയാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമൻ, അതിനകത്തൊരു കാര്യം, ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും ഒരു കേസ് കൊടുക്കാം. നമുക്കറിയാവുന്നത് ഈ പോക്സോ കേസുകൾ, സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നിയമങ്ങൾ, ഇത്തരം നിയമങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുകയും പലപ്പോഴും ആർക്കെതിരെയും ഒരു കേസ് കൊടുക്കാം എന്നുള്ള ആ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് കേസുകൾ കൊടുക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസ്ഥാനത്ത് വരുന്ന ആൾക്കാർക്ക് അവർ ചെയ്ത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വക്കീലിൻ്റെ, ഒരു അഭിഭാഷകന്റെ സഹായം അനിവാര്യമല്ലേ? ഉണ്ട്. സ്വമേധയാ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് സ്വമേധയാ കോടതിയിൽ വാദിക്കാൻ പേഴ്സണൽ അപ്പിയറൻസ് നടത്താം. പക്ഷെ അത് കോടതിയുടെ പ്രത്യേക മുൻകൂർ അനുമതി ആവശ്യമുണ്ട്. ഈ അഭിഭാഷകന്റെ ഒരു ചുമതലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോൾസ് ഇംപ്ലിക്കേഷൻ ഉണ്ട്, പറയുന്ന ഫോൾസ് അക്യൂസേഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വ്യാജ പോക്സോ കേസുകൾ കൊടുക്കുക, വ്യാജ പീഡന പരാതികൾ കൊടുക്കുക, ഒരുപാട് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. ഡൽഹി വനിതാ കമ്മീഷൻ പറഞ്ഞതുപോലെ ഡൽഹിയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പീഡന കേസുകളിൽ 52% വ്യാജ കേസുകളായിരുന്നു. അപ്പോൾ അത്തരത്തിലുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ലീഗൽ റെപ്രസെന്റേഷൻ എന്നുള്ളത് വളരെ വൈറ്റലായിട്ട് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇവിടെ ഡമ്മി പ്രതികളെ കൊടുക്കുന്നില്ലേ? പലപ്പോഴും നമ്മൾ ജിഷ കേസിലൊക്കെ ആ പ്രതി അമീറുൽ ഇസ്ലാം അല്ല എന്നുള്ള ചർച്ചകളൊക്കെ സമൂഹത്തിൽ വരുന്നുണ്ടായിരുന്നു. ഇതൊരു ഡമ്മി പ്രതിയാണ് എന്നുള്ളതൊക്കെ. അപ്പൊ ഡമ്മി പ്രതികൾ വന്നിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ ആളൂർ എന്തിനു വേണ്ടി നിന്നെന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ലീഗൽ മാക്സിം ഉണ്ട്, ഓഡിയോ ആൾട്ടറും പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ദ അതർ സൈഡ് ബി ഹിയർഡ് ആസ് വെൽ, അല്ലെങ്കിൽ ലിസൺ ടു ദ അതർ സൈഡ്. അടുത്ത മറുഭാഗം കൂടെ കേൾക്കണം, എന്നിട്ട് ഡിസൈഡ് ചെയ്യുള്ളൂ. ഇത് രാജഭരണമോ പട്ടാള ഭരണമോ ശരീഅത്ത് നിയമമോ എന്നല്ലല്ലോ. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന നാടാണ്. എന്തിന്റെ അടിസ്ഥാനത്തില് ലെറ്റ് ദ അതർ സൈഡ് ബി ഹിയർഡ് ആസ് വെൽ, ലിസൺ ടു ദ അതർ സൈഡ്. മറ്റേയാളെ കൂടെ കേൾക്കും. അയാൾ എത്ര ഹീനിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ആ സൈഡ് കൂടെ കേൾക്കും എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഒരു ക്രിമിനലാണ് പലപ്പോഴും ആളുകൾ പറയുന്ന പോലെ I am not a criminal, I am a criminal lawyer ആയിരുന്നു. ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ പോലും ഒരു ക്രിമിനൽ ആയിട്ടാണ് പലപ്പോഴും പല ആളുകളും കണ്ടിട്ടുള്ളത് എന്നാണ് യാഥാർത്ഥ്യം. അപ്പം നിലവിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരവും ബാർ കൗൺസിൽസിന്റെ റൂൾസ് പ്രകാരവും ഒരു അഭിഭാഷകനും എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനും താൻ നല്ല അഭിഭാഷകനാണ്, തനിക്ക് എന്താണ് ക്രിമിനൽ ലോയിൽ നല്ല മിടുക്കുണ്ട്, ഞാൻ താങ്കളെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് പത്രത്തിലോ ടെലിവിഷനിലോ സോഷ്യൽ മീഡിയയിലോ വേറെ ഏതെങ്കിലും രീതിയിലോ പരസ്യം ചെയ്യുന്നതിന് ശക്തമായ നിരോധനമുണ്ട്. അത് കോഡ് ഓഫ് കോണ്ടക്ടിന്റെ വയലേഷനാണ്. നിങ്ങളുടെ ലൈസൻസ് തന്നെ, നിങ്ങൾക്ക് അഭിഭാഷകനാകാനുള്ള ആ ലൈസൻസ് തന്നെ റദ്ദാക്കപ്പെടാനുള്ള വയലേഷനാണ്, നിയമപരമായ വയലേഷനാണ്. അപ്പൊ എങ്ങനെ ഒരു അഭിഭാഷകനെ തേടി ഒരു ക്ലയന്റിന് എത്താൻ വേണ്ടി പറ്റും? ഇയാൾ എത്ര നല്ല അഭിഭാഷകനാണെന്ന് എങ്ങനെ കണ്ടെത്താൻ വേണ്ടി പറ്റും? അത് ഫ്രണ്ട് ഓഫ് എ ഫ്രണ്ട്, എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അതാ നല്ലൊരു അഭിഭാഷകനുണ്ട്, നിങ്ങളുടെ കേസിൽ അദ്ദേഹത്തെ എൻഗേജ് ചെയ്യാം. നെക്സ്റ്റ്, മൗത്ത് പബ്ലിസിറ്റി. മൂന്നാമത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2008 വന്നിട്ടുള്ള ഒരു അമെന്റ്മെന്റ് പ്രകാരം നമുക്കൊരു ബ്രീഫ് ഫാക്ട് വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. എന്റെ ഏരിയ ഓഫ് പ്രാക്ടീസ് ഇതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു അഭിഭാഷകനും താൻ മികച്ചൊരു അഭിഭാഷകനാണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യാനോ അത്രത്തേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡ് വെക്കാനോ ഒന്നും പറ്റില്ല. അൺലൈക്ക് ഓൾ അതർ പ്രൊഫഷൻ, ലൈക്ക് ഡോക്ടേഴ്സിന് പരസ്യം ചെയ്യാം, എഞ്ചിനീയേഴ്സിന് പരസ്യം ചെയ്യാം, IT മേഖലയിലുള്ള ആളുകൾക്ക് പരസ്യം ചെയ്യാം. ഞാൻ എടുക്കാനായിട്ടുള്ള ഒരാളെ എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ ആളൂരിന് ഇത്തരം ക്ലൈൻസിന് കിട്ടുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും രാജ്യത്തെ ഏറ്റവും മികച്ച ക്രിമിനൽ അഭിഭാഷകനാകാൻ വേണ്ടി ഇത്രയും റെസ്ട്രിക്ഷൻ ഉള്ള സമയങ്ങളിൽ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് രാജ്യം ശ്രദ്ധിച്ച സെൻസേഷണൽ ആയിട്ടുള്ള കേസുകളിൽ അപ്പിയർ ചെയ്യുക, വാദിക്ക് വേണ്ടിയോ പ്രതിക്ക് വേണ്ടിയോ അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മാധ്യമ ശ്രദ്ധകൾ കിട്ടും. ഇദ്ദേഹം ഒരു മികച്ച അഭിഭാഷകനാണ്, അദ്ദേഹത്തെ തങ്ങളെ രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ തങ്ങളുടെ നിരപരാധിത്വം അദ്ദേഹത്തോട് പറയാൻ പറ്റും എന്നുള്ള ഒരു കാര്യം പോലും. അപ്പം സെൻസേഷണൽ വിഷയങ്ങളിൽ കേസുകളിൽ എൻഗേജ്ഡ് ആവുക, അല്ലെങ്കിൽ അതിന് വക്കാലത്ത് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു അഭിഭാഷകന്റെയും സ്വപ്നവും ലക്ഷ്യവും. അപ്പം അതിൽ അത്തരമൊരു പ്രൊഫഷണൽ ടാക്ടിക്സിൽ അദ്ദേഹം വിജയിച്ചു എന്ന് വേണം തന്നെ കരുതാൻ. കാരണം ഒരു എന്തെങ്കിലും ഒരു അബദ്ധവശാൽ പോലും ഒരു ക്രൈമിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങൾക്ക് വലിയ അഭിഭാഷകരിൽ നിന്ന് എൻഗേജ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ആളൂർ വക്കീലിനെങ്കിലും എൻഗേജ് ചെയ്തിട്ട് തങ്ങൾക്ക് എന്തെങ്കിലും രക്ഷപ്പെടാമെന്ന് ആലോചിക്കുന്ന പല ആളുകളും ഉണ്ടാവും. അത്തരം ആളുകൾ ആളൂരിനെ എൻഗേജ് ചെയ്യും, ഇല്ലാത്ത പണം എവിടെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ ഈ രാജ്യത്ത് എന്ത് നിയമവിരുദ്ധതയാണ് കാണിക്കുന്നതന്നെ? ഇതെല്ലാം ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുടെ വളരെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലേ? അതല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ.
അപ്പോൾ പക്ഷേ ഇത്തരം കേസുകളിൽ ആളൂരിനെ പോലുള്ള ആൾക്കാർ ഈ കേസുകൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ കേസുകളും വിജയിക്കണമെന്നാണ് അഭിഭാഷകരുടെ താല്പര്യം. അവർ ഏറ്റെടുക്കുന്ന കേസുകൾ സ്വാഭാവികമായിട്ടും പ്രതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കേസെടുക്കാൻ, വിജയിക്കാൻ സാധ്യതയില്ലാത്ത കേസെടുക്കാൻ ചില വക്കീലന്മാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെയും ഒരു പ്രതിക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതനായ ഒരാൾക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ആരും പ്രതിയാകാം എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതി കൂടെ അതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം, താങ്കളുടെ DP പോലും ആളൂരിനൊപ്പം നിന്നാണ്. നിങ്ങൾ തമ്മിൽ വ്യക്തിബന്ധം ഉള്ളവരാണോ അതോ അഭിഭാഷക വർഗത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണോ ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചൊരു പോസ്റ്റ് ഇട്ടത് എന്നും അറിയില്ല. ഞാൻ ചോദിച്ചു വരുന്നത്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ടം അവർ ഒരു പൊതുബോധം രൂപപ്പെടുത്തി അതിനനുസരിച്ച് ശരി ഏത് തെറ്റേത് എന്ന് നിർണ്ണയിക്കുക കൂടി ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ്. തീർച്ചയായും താങ്കൾ ഏറ്റവും അവസാനം പറഞ്ഞ നിർത്തിയ ഇടത്താണ് യാഥാർത്ഥ്യമുള്ളത്. പൊതുബോധം എത്ര പ്രബുദ്ധ കേരളമായിട്ടും ഇത്ര 100% സാക്ഷരത ഉണ്ടായിട്ടും ഇപ്പോഴും ആ പൊതുബോധം ആ അപരിഷ്കൃത ലോകത്ത് നിൽക്കുകയാണ്. അതിവൈകാരികത മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലണം, പിന്നെ ഈ പറയുന്ന ആളൂർ അപ്പീർ ചെയ്യുന്നത്, ഇപ്പം ഗോവിന്ദസ്വാമി ആവട്ടെ, അമീറുൽ ഇസ്ലാം ആവട്ടെ, ഇവരെയൊന്നും വെച്ചേക്കരുത്, കല്ലെറിഞ്ഞ് കൊല്ലണം, വിചാരണയൊന്നും വേണ്ട, സൗദി അറേബ്യയിലൊക്കെ കാണുന്നില്ല എന്നുള്ള അതിവൈകാരികതയാണ് പല വിഷയങ്ങളിലും നമ്മുടെ ഒരു പറ്റം മലയാളി പ്രമുഖ സമൂഹം എടുക്കുന്നത് എന്നിടത്ത് തന്നെയാണ് ഏറ്റവും വലിയ അപകടമുള്ളത്. ഒരു പക്ഷേ നമ്മുടെ പല കേസുകളിലും ഇത് ഈ അതിവൈകാരികതയും ഈ മീഡിയ പബ്ലിസിറ്റിയും ഈ സെൻസേഷണലിസവും ഒക്കെ പലപ്പോഴും പല വിധിന്യായങ്ങളെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പല ന്യായാധിപരെ പോലും ഈ അടുത്ത കാലത്തൊക്കെ ഈ ഒരു അതിവൈകാരികത സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം തുടർച്ചയായി മുഴുവൻ കേസുകളിലും വധശിക്ഷകൾ എന്നുള്ള രീതിയിലൊക്കെ പലരുടെയും പല കോടതികളുടെയും മനോഭാവം മാറുന്നത് പോലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോടതി പോലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു ഈ അതിവൈകാരികതയും ഈ പറയുന്ന ആൾക്കൂട്ട ആക്രോശങ്ങളും ഒക്കെ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതൊരു അപ്രിയ നഗ്ന സത്യമാണെങ്കിൽ പോലും. രണ്ട്, ഈ ആളൂർ എവിടെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ ആളൂർ അപ്പിയർ ചെയ്തിട്ടുള്ള കേസുകളിൽ എത്രയധികം കേസുകൾ തോറ്റിട്ടുണ്ട്? ഇനി നിങ്ങൾക്കറിയാത്ത മറ്റൊരു വസ്തുത കൂടെ അറിയാം. ആളൂർക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്. ആളൂർ ബോംബെ ഹൈക്കോടതിയിൽ ആദ്യമായി ഒരു കേസിന് അപ്പിയർ ചെയ്യുന്നതും വാദിക്കുന്നതും ആളൂരിന്റെ അസോസിയേറ്റ് ആയിട്ടാണ്. അപ്പം അത്തരത്തിൽ ഈ മരണത്തിന് 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഈ കൊല്ലത്ത് ആത്മഹത്യ ചെയ്യപ്പെട്ട മനു വക്കീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ വിശദമായിട്ട് ഈ 2 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു എനിക്ക് ആ വേർപാട്. കാരണം അദ്ദേഹം വളരെ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ ഈ ഒരു മാർഗത്തിൽ, അല്ല സാൻമാർഗിക മാർഗമൊന്നുമല്ല, നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ പോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം നോക്കിയിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾക്കറിയാത്ത മറ്റൊരു വസ്തുതയുണ്ട്. ഇദ്ദേഹം പ്രതിഭാഗത്തിന് വേണ്ടി മാത്രമല്ല നാളിതുവരെ വാദിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം പ്രോസിക്യൂട്ടർ ആയിരുന്നല്ലേ, സർക്കാരിന്റെ പൂനെയിലെ പ്രോസിക്യൂട്ടർ ആയിരുന്നു ഇദ്ദേഹം. ഏകദേശം എനിക്ക് തോന്നുന്നു 4-5 വർഷക്കാലം വാദിഭാഗത്തിന് വേണ്ടി മാത്രം വാദിച്ചുകൊണ്ടിരുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു പൂനെയിൽ ഇദ്ദേഹം. അപ്പം പൊതുജനം അറിയാത്ത പല കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സർക്കാർ വക്കീലൊക്കെ ആയിട്ട് ഇത്തരം നീചനും ക്രൂരനുമായിട്ടുള്ള ഒരു വക്കീലിനെയൊക്കെ അവിടുത്തെ പൂനെയിലെ മഹാരാഷ്ട്രയിലെ സർക്കാർ നിയമിക്കുന്നത്? അപ്പൊ നിങ്ങൾ കാണുന്ന ഒരു ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് ഈ വിക്ടിംസിനോടുള്ള നിങ്ങളുടെ അതിവൈകാരികത. ഇയാളാണ് പ്രതി എന്ന് നിങ്ങൾ നേരത്തെ മീഡിയ ഡിസ്കഷനിലൂടെയും മീഡിയ ട്രയലിലൂടെയും ഒക്കെ നിങ്ങളുടെ പൊതുബോധം ഇയാൾ പ്രതിയാണ് എന്നൊക്കെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ഭാഗം. ഇത്രയും ഭാഗം കൂടെ ചേരുമ്പം കല്ലെറിഞ്ഞു കൊല്ലു, അയാൾക്ക് വേണ്ടി വാദിക്കാൻ വന്നവർ പോലും കല്ലെറിഞ്ഞു കൊല്ലു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ 2 കോടതികൾ ആ പ്രതിക്ക് വേണ്ടി ഹാജരാകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബാർ അസോസിയേഷൻ കത്ത് നൽകുകയുണ്ടായി. ഒരു അഭിഭാഷകരും ഈ പ്രതിയുടെ വക്കാലത്ത് ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകുകയുണ്ടായി. പിന്നീട് മദ്രാസ് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് അത്തരത്തിൽ ഏതെങ്കിലും നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ പ്രതിക്ക് വേണ്ടി വക്കാലത്തെടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും അഭിഭാഷകർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മുഴുവൻ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് തമിഴ്നാട് സർക്കാരിന് കൊടുക്കേണ്ടി വന്നു. അപ്പോഴാണ് അവർ ആ കത്ത് പിൻവലിച്ചിട്ട് ഒരു അഭിഭാഷകൻ ആ പ്രതിയുടെ വക്കാലത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം പലപ്പോഴും ഈ അതിവൈകാരികതയും ഈ പറയുന്ന ഒരു പറയുന്ന ആളുകളുടെ ഒരു പൊതുബോധവും ആൾക്കൂട്ട പൊതുബോധവും അഭിഭാഷകരിലേക്ക് വരെ നീളുന്നുണ്ട് പലപ്പോഴും എന്നുള്ളതാണ് സത്യം. കാര്യം ഇത്തരത്തിൽ ഇയാൾക്ക് അഭിഭാഷകർ കൊടുക്കരുത് പറഞ്ഞു. ഇനി അങ്ങനെ ചിന്തിക്കുക, അഭിഭാഷകർ ഒന്നും ഇയാളുടെ വക്കാലത്തെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്.
അജ്മൽ കസബിന്റെ കേസിൽ അങ്ങനെ ആയിരുന്നല്ലോ. എന്താ സ്റ്റേറ്റ് പറഞ്ഞത്? അജ്മൽ കസബിന് ഇമ്മീഡിയറ്റ്ലി അഭിഭാഷകനെ കൊടുക്കുക, ആ അഭിഭാഷകൻ അജ്മൽ കസബിൽ പോയി കാണുക, അദ്ദേഹത്തോട് സംസാരിക്കുക, എന്താണോ അയാൾക്ക് പറയാനുള്ള ഡിഫൻസ് എന്നുള്ളത് ആ ഡിഫൻസ് പറയുക എന്നുള്ളതാണ്. അവിടെ ഒരു മൊറാലിറ്റിയുടെയും ആവശ്യം അഭിഭാഷകനില്ല. അവിടെ ഏതെങ്കിലും എന്താണ് ഒരു സെൻസിറ്റിവിറ്റിയുടെ ആവശ്യം പോലും അഭിഭാഷകനില്ല. ഓൺലി ടു ഡിഫെൻഡ് ദി ക്രൈം. ഡിഫൻസ് ഇസ് ക്രൈം. അതാണ് അയാൾ ക്ലയന്റിനെ ഡിഫെൻഡ് ചെയ്യുക. ഇനി ഞാൻ ഒരു മറു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആദ്യം കല്ലെറിയേണ്ടത്, നിങ്ങൾ ആദ്യം മരിക്കുമ്പം കല്ലെറിയേണ്ടത് ഈ വധശിക്ഷകളും ഒന്നും കൊടുക്കാതെ പ്രതികളെ വെറുതെ വിടുന്ന ജഡ്ജിമാരെയല്ലേ, കോടതികളെയല്ലേ? ഇവിടുന്ന് വധശിക്ഷ ഹൈക്കോടതിയും ശരിവെച്ച് സുപ്രീം കോടതിയിൽ പോയപ്പം വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി ഗോവിന്ദസ്വാമിയെ പുറത്തുവിട്ട അല്ലെങ്കിൽ വീണ്ടും തിരിച്ചയച്ചിട്ടുള്ള സുപ്രീം കോടതിയല്ലേ കല്ലെറിയേണ്ടത്? അവിടുത്തെ ജഡ്ജിമാർ വിരമിക്കുമ്പോഴല്ലേ നിങ്ങൾ കല്ലെറിയേണ്ടത്? അവിടെ ജഡ്ജിമാരെയല്ലേ, കോടതിയല്ലേ നിങ്ങൾ പിന്നെ കളിയാക്കേണ്ടതും ഗർഭം കലക്കി പൊട്ടിച്ച് ആഘോഷിക്കേണ്ടതും? അപ്പോ ആളൂർ അവിടെ വാദിക്കുക മാത്രമാണ് ചെയ്തത്. ഏതാണോ നിയമത്തിന്റെ പഴുത്, എന്താ അലംഭാവമാണോ പ്രോസിക്യൂഷൻ അഥവാ സ്റ്റേറ്റ് ആ കേസ് വിജയിപ്പിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോയത്, ആരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഇതിലുണ്ട്, എത്ര വലിയ കക്ഷികളിലുണ്ട്, സ്റ്റേറ്റിന്റെ അലംഭാവം, പോലീസിന്റെ അന്വേഷണത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകൾ, ഈ പഴുതുകൾ. അപ്പൊ സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ ആളുകളെ പോലുള്ള അഭിഭാഷകർ ഈ കേസ് പഠിക്കുന്നു, അയാളുടെ ജോലി സംബന്ധമായി പഠിക്കുന്നു, കോടതിയിൽ എത്തുമ്പോൾ വാദിക്കുന്നു, അവിടെ നിഷ്പക്ഷനായി ഇരിക്കുന്ന ജഡ്ജ് ഇത് മുഴുവൻ രണ്ടുപേരുടെയും ഭാഗങ്ങൾ കേൾക്കുന്നു. സംശയത്തിന്റെ ആനുകൂല്യമുണ്ട് എന്ന് പറയുമ്പോൾ ഭരണഘടനാപരമായി ആ പ്രതിക്ക് കിട്ടേണ്ട ഭരണഘടനാ ആനുകൂല്യം കൊടുത്തുകൊണ്ടാണ് അയാളുടെ വധശിക്ഷ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അയാളെ അക്യൂട്ട് ചെയ്യുകയോ അയാളെ ഡിസ്ചാർജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം അവിടെ കല്ലെറിയുന്നേ, നിങ്ങൾ പോലീസ് സംവിധാനത്തിലെ കല്ലെറിയുന്നേ, നിങ്ങളുടെ ജഡ്ജിമാരെ കല്ലെറിയുന്നേ. കാരണം ഇത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. വളരെ കൃത്യമായിട്ട് പെരുമന താങ്കൾ പറയുന്നത് വ്യക്തമാണ്. അതായത് ഇതൊരു ഈ വിചാരണ അല്ലെങ്കിൽ പോലീസ് ഒരു പ്രതിയെ പിടികൂടുന്നു, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു, അവിടെ വാദങ്ങൾ നടക്കുന്നു, വിചാരണ നടക്കുന്നു, ഒടുവിൽ കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയേണ്ടത്, അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നീതി നിർവഹണത്തിൻ്റെ ഭാഗമായി വാദിക്കും പ്രതിക്കും അഭിഭാഷകരുണ്ടാകണം, ആരും നീതി കിട്ടാതെയായി പോകരുത് എന്നൊക്കെയുള്ള വളരെ ശാസ്ത്രീയമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റവാളി എന്ന് ജനം ഉറപ്പിച്ച ആൾക്കാർ എല്ലാ തെളിവുകളും എതിരായിട്ടും ചിലപ്പോൾ വധശിക്ഷ ജീവപര്യന്തമായ സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ അപ്പിയർ ചെയ്യുന്ന അഭിഭാഷകനെ കൂടി ചെകുത്താനായി കാണുന്ന ഒരു ആൾക്കൂട്ട ആക്രമണ ആ ബോധം, ആ പൊതുബോധം, അതിനെതിരെ തുറന്നു പറയാൻ താങ്കൾ കാണിച്ച ധൈര്യം കൂടി അഭിനന്ദനം അർഹിക്കുന്നതാണ്. കാരണം ഭരണഘടനാപരമായ ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് BA ആളൂർ ചെയ്തത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് സോഷ്യൽ മീഡിയ അതിനെ അങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന അഭിപ്രായത്തിനോടൊപ്പം നിന്നുകൊണ്ട് കുറച്ച് സമയം ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് മലയാളം ന്യൂസിനൊപ്പം ചേർന്ന് നന്ദി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.